ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആർട്ടിസ്റ്റാലിക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്ക്രാപ്പ് ബുക്കിൻ്റെ ബേസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നു, കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ കുറച്ച് വീഡിയോസ് ഇടലൊക്കെ നിന്നിരുന്നു. ഷോർട്സ് കുറച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള വീഡിയോ ആണിത്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള പേജസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള അതിനെ ബേസ് ചെയ്തിട്ടുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ കൂടുതലായിട്ടും ഈ ചാനലിൽ ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ഐറ്റംസ് ആണ്, ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് ഐറ്റംസ് ആണ്. അതിൽ തന്നെ സ്ക്രാപ്പ് ബുക്ക്, ഫ്രെയിംസ്, പോളറോയിഡ്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമേ ഇതിൻ്റെ സെൻറ്റർ പേജാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സെൻറ്റർ പേജ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ വെക്കാൻ പോകുന്നത് ഈ ജൂട്ടിൻ്റെ ഒരു റോളാണ്. ഈ ജൂട്ട് റോളും കാര്യങ്ങളൊക്കെ ഇതിലെ മെറ്റീരിയൽസൊക്കെ ഞാൻ വാങ്ങിച്ച വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓൺലൈനായിട്ടല്ല, ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ്, ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആ പേജിൻ്റെ എവിടെയാണോ വെക്കേണ്ടത് ആ ഒരു മെഷർമെൻറ്റിനനുസരിച്ച് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ ഇതിന് കണ്ടോ, ഇതിങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കീറിയെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ വേണമെങ്കിൽ അതിൻ്റെ ആ ബാക്കിലുള്ള ഭാഗം റിമൂവ് ചെയ്തിട്ടും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ റിമൂവ് ചെയ്യുന്നില്ല, റിമൂവ് ചെയ്യാതെ തന്നെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഹൂപ്സൊക്കെ ചെയ്യുമ്പോൾ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ നിന്ന് അത് റിമൂവ് ചെയ്തിട്ട് വെക്കുകയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, ദെൻ ഇതിൽ കട്ട് ചെയ്തപ്പോൾ എക്സ്ട്രാ വന്നിട്ടുള്ള ഈ ഒരു സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ ഞാനൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോൾ ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും. ദെൻ അതിൻ്റെ ബാക്കിൽ ഞാൻ ഡബിൾ സൈഡ് ടേപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കട്ടിയില്ലാത്ത ഡബിൾ സൈഡ് ടേപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പൊന്തി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പീൽ ഓഫ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ഏതെങ്കിലും ഒരു ഭാഗത്തെ ഡബിൾ സൈഡ് ടേപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം അത് ഒട്ടിച്ചതിന് ശേഷം മാത്രം മറ്റേതെടുത്തിട്ട് അതുകൂടി ഒട്ടിക്കാൻ നോക്കുക കേട്ടോ. രണ്ടും കൂടി എടുക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒരു ഭാഗം എടുത്ത് അത് ഒട്ടിച്ചതിന് ശേഷം മാത്രം മറ്റേ ഭാഗം ഒട്ടിക്കുക കേട്ടോ. ദെൻ ഇത് ഞാൻ എടുത്തിട്ടുള്ളത്, ഇത് നമ്മൾ ഗിഫ്റ്റൊക്കെ പൊതിയുന്ന റാപ്പ് ചെയ്യുന്നൊരു പേപ്പർ ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഞാൻ ഇതിലൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ എല്ലാ വീഡിയോസിലും അധികം പറയുന്നത് പോലെ തന്നെ ഇതിന് ഇന്നതുപോലെ തന്നെ ഒട്ടിക്കണം എന്നൊരു ഇതൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ ഭംഗിയായി തോന്നുന്നത്, കുറച്ച് ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിതൊന്ന് കീറിയിട്ടുണ്ട്. സിസേഴ്സൊന്നും യൂസ് ചെയ്യേണ്ട, ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ കൈ കൊണ്ട് തന്നെ കീറിയാൽ മതി. അതായിരിക്കും ഒരു നല്ലൊരു ലുക്ക് കിട്ടുക. അപ്പോൾ അതും നമുക്ക് ഈ സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആൻഡ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ഫെവിക്കോളാണ്. ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് അതും യൂസ് ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഫെവിക്കോളായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതും നമുക്ക് എവിടെയാണോ വേണ്ടത് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു കോർണറിലായിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഞാൻ ഇതുപോലുള്ള കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനും വേണ്ടിയിട്ടും ഞാൻ ഫെവിക്കോൾ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഫോട്ടോസും ഡീറ്റെയിൽസൊക്കെ നമുക്ക് എങ്ങനെയാണ് കിട്ടുക, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ സ്റ്റിക്കർ മേക്കിങ്ങിൻ്റെ 1-2 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. പിന്നെ നമുക്ക് പിൻട്രസ്റ്റ് പോലുള്ള ആപ്പുകളിൽ നിന്നും അതുപോലെ തന്നെ ക്യാൻവ, എഡിറ്റിംഗ് ആപ്പായ ക്യാൻവയിൽ നിന്നൊക്കെ നമുക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാവുന്നതാണ് കേട്ടോ, നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഫോട്ടോ ഇതുപോലെ തന്നെ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമുക്ക് എത്രണ്ണ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് പ്രിൻ്റ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഒരു സ്ക്രാപ്പ് ബുക്കിൻ്റെ ഓർഡർ വരുമ്പോൾ തന്നെ ആ ബുക്കിൽ നമ്മൾ അവരോട് ചോദിക്കും എന്തെങ്കിലും തീമോ കാര്യങ്ങളോ ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന രീതിയിൽ എന്തെങ്കിലും തീമോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫോട്ടോസും സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ
പ്രിൻ്റ് എടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും കളർ പ്രിഫറൻസ് ഉണ്ടോ ചോദിക്കാം. ചിലർ പറയും മാക്സിമം ബ്ലൂ ആയിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഗ്രീൻ ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ റെഡ് ആയിട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആ കളേഴ്സിലുള്ളത് മാത്രം പ്രിൻ്റ് എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രാപ്പ് ബുക്കിന് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ട് സെറ്റാക്കി കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കണം. ദെൻ നമുക്ക് ചെയ്യുമ്പോൾ അത് അത്രയും എന്താ പറയുക ഓവർലോഡായിട്ട് തോന്നില്ല. അല്ലാതെ നമ്മൾ ഓരോന്ന് ഒട്ടിക്കുമ്പോഴും കട്ട് ചെയ്ത് ഒട്ടിക്കുക, കട്ട് ചെയ്യുക, ഒട്ടിക്കുക, ആ ഒരു മെത്തേഡിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മടുക്കും. കാരണം ഇത് കട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം നല്ലൊരു പണി തന്നെയാണ്. ആ ഒരു ഷേപ്പിലും സൈസിലും ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് സമയം കണ്ടെത്തിയിട്ട് നമ്മൾ ആദ്യം കട്ടിങ് എല്ലാം എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ദെൻ അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കേണ്ട ജോലികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അത്ര എന്താ പറയുക മടുപ്പ് തോന്നില്ല. പിന്നെ ഞാൻ ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടേപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് കട്ടിയുള്ള ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടല്ലോ, അതാണ് ആ ബട്ടർഫ്ലൈ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താ അത് ഒരു 3D എഫക്റ്റ് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ഈ എടുക്കുന്ന ഓരോന്നും അത്യാവശ്യം ഇപ്പം നമ്മൾ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ പോയി വാങ്ങിക്കുമ്പോൾ നമുക്കറിയാം നല്ല കോസ്റ്റ്ലിയാണ് സംഭവങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കിയതിന് ശേഷം പർച്ചേസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ആവും ഈ സംഭവം ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാവും. ഇവിടെ ഒരു കോഴിയും പിന്നെ തൊട്ടടുത്തൊരു മരമുണ്ട്, ആ മരത്തിൽ നിറയെ കാക്കകളും ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സൗണ്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ സ്റ്റിക്കേഴ്സ് നമ്മൾ ഓൾറെഡി പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഈ ഒരു കളർ കോമ്പിനേഷൻ വരുമ്പോൾ തന്നെ ആ ഒരു ജൂട്ടും പിന്നെ ആ ഒരു ബ്ലൂ കളറും പിന്നെ എല്ലാം വരുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക നല്ലൊരു ലുക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം ആ രീതിയിൽ ചെയ്യാം. അല്ല ഇനി കസ്റ്റമേഴ്സിന് ഏതെങ്കിലും പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടും നമുക്ക് ചെയ്തു കൊടുക്കാം കേട്ടോ. കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പരിപാടി തന്നെയാണ്, പക്ഷെ ചെയ്ത് വരുമ്പം നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാരണം നമ്മുടെ കൈ കൊണ്ട് ഇപ്പോൾ ഒരാൾക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് നമ്മൾ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പം അത് കുറച്ച് ടൈം എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്ക്. ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പേജാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ബാക്കി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഗിഫ്റ്റുകൾ ഓർഡർ ചെയ്യണം എന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാകും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, അതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ watching and stay tuned for more videos. Bye bye.